السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. സ്നേഹമുള്ള വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് എന്നുണർത്തുകയാണ്. അർഹമുർ-റാഹിമീനായ നാഥൻ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി ഓരോ ശാഖകളിലും ഇതുപോലെയുള്ള ഫാമിലി മീറ്റുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ഇസ്ലാമികപരമായ മാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും സംഗമങ്ങളും ഏറെ ഫലം ചെയ്യുന്നുണ്ട് എന്ന് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ സംസാരവും ഇതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു വികാരമാണ്. കുടുംബത്തിന് വേണ്ടി എന്തും സഹിക്കാനും ത്യജിക്കാനും തയ്യാറുള്ളവരാണ് നമ്മളെല്ലാവരും. ഒരു കുടുംബത്തിൽ ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതും ആർക്ക് വേണ്ടിയാണ്? തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രായമറിയിച്ച അന്ന് മുതൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിയവരാണ് ഓരോ പുരുഷന്മാരും. വെയിലും മഞ്ഞും ചൂടും തണുപ്പും ഒന്നും വകവെക്കാതെ രാപ്പകലുകൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ഭാര്യാസന്താനങ്ങളും തൻ്റെ മാതാപിതാക്കളും തൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളും വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനും അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ഈ ഒരു ഗൃഹനാഥന്റെ തണലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ ഒരുപാട് സഹോദരങ്ങൾ പല രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾക്ക് കൈ കാണിച്ച് കവറിൽ ഓറഞ്ചാക്കി വിൽക്കുന്ന ആളുകൾ ഓരോ വാഹനത്തിനും കൈ കാണിക്കുന്നു. പച്ചക്കറി കിറ്റ് വിൽക്കുന്ന ആളുകൾ, ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളുകൾ, അങ്ങനെ പല രൂപത്തിൽ ഓരോ വാഹനത്തിനും കൈ കാണിക്കുകയാണ്. അവർക്ക് ഇന്നത്തെ ദിവസം
ഒന്നൊഴിഞ്ഞിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവർ ഒഴിഞ്ഞിരുന്നാൽ, അവർ അവിടെ നിന്ന് മാറി നിന്നാൽ അവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരും. അതുകൊണ്ടാണ് പ്രായമറിയിച്ച അന്ന് മുതൽ ഓരോ കുടുംബത്തിലെയും ഗൃഹനാഥൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഏറ്റവും ആദ്യം ഉണരുന്നതും എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചടുലമായി തന്റെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ. കുടുംബത്തിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ ഓണാകുന്ന ഒരു യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിക്കുകയാണ്. അവരതിലൂടെ ആഗ്രഹിക്കുന്നത് തന്റെ മക്കളുടെയും തന്റെ ഭർത്താവിന്റെയും തന്റെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവരുടെയും സന്തോഷവും സമാധാനവുമാണ്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവരുടെ മക്കൾ ജീവിക്കുകയാണ് എങ്കിൽ ആ കുടുംബം ഒരു സന്തുഷ്ട കുടുംബമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കുടുംബജീവിതമാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ആ രൂപത്തിലുള്ള ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും അതില്ല എന്നതാണ് പല കുടുംബങ്ങളിലും. ഇസ്ലാമിക കുടുംബങ്ങളിൽ പോലും ആ സംസ്കാരത്തിന് നിരക്കാത്ത പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിലെ പുതുതലമുറയെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും ആശാവഹമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും പലർക്കും സ്വന്തം മക്കളുടെ പേരിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരെ സംജാതമാവാറുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും നിഷേധ മനോഭാവം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് മക്കൾ വളർന്നു വരുന്ന ഒരു കാലം. സ്വന്തം മക്കളാൽ ഉപദ്രവിക്കപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ, മക്കളുടെ വാക്കുകൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടും നിത്യവും കണ്ണീര് കുടിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ. ആ രൂപത്തിൽ കുടുംബങ്ങളിൽ ബന്ധങ്ങൾക്ക് തീരെ പവിത്രത കൽപ്പിക്കാത്ത പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി തീർക്കുകയാണ്. 1700 റിയാൽ അല്ലെങ്കിൽ 2000 റിയാൽ 2500 റിയാൽ ശമ്പളം കിട്ടുന്ന ആള് തന്റെ മുമ്പിൽ തൊട്ടടുത്ത ബൂഫിയയിൽ ഷവായ എങ്ങനെ തിരിയുന്നുണ്ടെങ്കിലും അതൊന്നും വാങ്ങിക്കഴിക്കാതെ 1 റിയാൽ കൊണ്ട് 4 ഹുബൂസ് വാങ്ങിയിട്ട് 2 ദിവസം ഭക്ഷണം കഴിച്ച് കിട്ടുന്ന പണം ഓരോന്നോരോന്നായി സ്വരുക്കൂട്ടി അവരെങ്ങനെ നാട്ടിലേക്ക് അയക്കുകയാണ്. ആ അമ്മാനെ അല്ലെങ്കിൽ ആ വാപ്പാനെ, അധ്വാനിക്കുന്ന വാപ്പാനെ ഒന്ന് വിളിക്കാനോ ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് വാപ്പാന്റെ വർത്താനം എന്താണ്, വാപ്പാന്റെ വിശേഷം എന്താണ്, വാപ്പാക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും പല മക്കളും തയ്യാറാവാറില്ല എന്നാണ്. അവരവിടെ ചോര നീരാക്കുന്നത് കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും ഓരോ പ്രവാസിയും ആ രൂപത്തിൽ ചിന്തിക്കുകയാണ്. താൻ എത്ര പ്രയാസപ്പെട്ടാലും തന്റെ കുടുംബത്തിൽ ഒരാളും യാതൊരു പ്രയാസവും അനുഭവിക്കരുത് എന്നാണ് അവരുടെ മനസ്സ്. ഇത്തരം നിഷ്കളങ്കരായ പ്രവാസികളുടെ മനസ്സിന് പലപ്പോഴും മുറിവേൽക്കുകയാണ്. സ്വന്തം ഇണയുടെ, സ്വന്തം മക്കളുടെ പ്രവർത്തനം കാരണം. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെയാവാൻ എന്താണ് കാരണം? നേരത്തെ ഇവിടെ സംസാരിച്ച കൂട്ടത്തിൽ പ്രിയ സഹോദരി ഫർഹ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്, എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? ഉമ്മയെയും ഉപ്പയെയും മനസ്സിലാക്കാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിയാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല. ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എനിക്കുള്ളതാണ്, എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, എനിക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ ജീവിതം പരമാവധി ആസ്വദിക്കണം. അത് ചോദ്യം ചെയ്യാൻ എന്റെ മാതാപിതാക്കൾക്ക് പോലും അവകാശമില്ല എന്ന രൂപത്തിൽ സ്വന്തം ഇച്ഛകളെ മാത്രം താലോലിക്കുന്ന പുതിയ ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബ ബന്ധത്തിന്റെ പവിത്രത അവർക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ അറിയുന്നില്ല. മുതിർന്നവരെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ അറിയാത്ത ഒരു സമൂഹം, ആരോടും എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന ഒരു തലത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ടീം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാർത്ഥതയെ മാത്രം താലോലിക്കുന്ന ഒരു വിഭാഗം, തന്നിലേക്ക് അവർ സ്വയം ചുരുങ്ങിക്കൂടുകയാണ്. അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുകയാണ്. അതിനവർക്ക് മോട്ടിവേഷൻ നൽകാൻ, അതിനവർക്ക് പ്രചോദനം നൽകാൻ പല രൂപത്തിലുള്ള സംവിധാനങ്ങളുമുണ്ട്. ലിബറൽ സംസ്കാരങ്ങളും അതിരുവിട്ട സ്വതന്ത്ര ചിന്തകളും ഇന്ന് അവരെ വല്ലാതെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വേഷവിധാനത്തെ കുറിച്ച് ഇസ്ലാമികമായി ഇങ്ങനെയാണ് എന്നവരോട് പറയാൻ പാടില്ല. ആരെങ്കിലും ആ രൂപത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലെ പഴകിയ പുളിച്ച ഒരു സംസ്കാരമാണ് എന്ന് മീഡിയകൾ പോലും പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. ആ കാലം വന്നാൽ തന്റെ ദീനുമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയുണ്ടായി. ദീനനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് 4 ഭാഗത്തു നിന്നും ആക്രമിക്കുന്ന, അവരെ ഒരു പഴഞ്ചനായി കാണുന്ന അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ ആളുകൾക്ക് പകർന്നു നൽകുമ്പോ കുടുംബത്തിന്റെ ഐക്യവും ബദ്ധതയും, അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ, അതേ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഉദ്ധരിച്ച്, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ കുടുംബങ്ങളെയും സമൂഹത്തെയും സമുദ്ധരിക്കുമ്പോ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയും അതൊക്കെ പഴഞ്ചൻ സംസ്കാരമാണ് എന്നും ഏറ്റവും പഴകിയ, ആർക്കും വേണ്ടാത്ത ഒരു സംസ്കാരമാണ് എന്നും, നമ്മളൊക്കെ പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് പുതിയ ഒരുപാട് ഇസങ്ങളിലാണ് നമുക്ക് താല്പര്യമുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന രൂപത്തിൽ, അവരെ ഇക്കിളി കൂട്ടുന്ന രൂപത്തിൽ, അവരെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലുള്ള അധാർമികതകളിലേക്കും അവരെ വഴി നടത്തുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ പോലും നമ്മുടെ മക്കൾ, നമ്മൾ ഭക്ഷണം നൽകുന്ന, നമ്മൾ വസ്ത്രം നൽകുന്ന, നമ്മൾ പാർപ്പിടം നൽകുന്ന, നമ്മുടെ കീഴിൽ ജീവിക്കുന്ന സ്വന്തം മക്കൾ പോലും ഇസ്ലാമികപരമായ സംസ്കാരത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്നു എന്നത് എന്നെയും നിങ്ങളെയും ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്ലാമിക വേഷവിധാനങ്ങളല്ല പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത്. നമ്മുടെ പണം ഉപയോഗിച്ച്, നമ്മുടെ അധ്വാനത്തിന്റെ വിഹിതം ഉപയോഗിച്ച് അവർ വാങ്ങിക്കുന്ന, അവർ ഉപയോഗിക്കുന്ന, അവർ ധരിക്കുന്ന അത്തരത്തിലുള്ള വേഷവിധാനങ്ങളും അവർ മോടി കൂട്ടാൻ ഉപയോഗിക്കുന്ന പല രൂപത്തിലുള്ള ഫാഷനുകളും ഇസ്ലാമിക സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്ന് അറിയാത്തവരല്ല നമ്മൾ.
പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഭ്രാന്തന്മാരെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ജടപിടിച്ച തലമുടിയുമായി മുഖത്ത് കാണിക്കുന്ന വൈകൃതങ്ങൾ, താടിയും മീശയും അതുപോലെ തന്നെ കൃതാവുമൊക്കെ പ്രത്യേക രൂപത്തിലാക്കിക്കൊണ്ട് നടക്കുന്ന എത്രയോ മക്കൾ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മുടെ വീടകങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോ, മോനെ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിനക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം ഈ ലോകം മാത്രമല്ല, ഇതിനപ്പുറം നീ മരിച്ചുപോയാൽ മറ്റൊരു ലോകമുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, മോനെ നീ ജീവിക്കേണ്ടത് മതം പഠിപ്പിച്ച രൂപത്തിലാണ്, നമുക്കൊരു സംസ്കാരമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിൽ എന്ന് മുതൽ നമ്മൾ വൈമനസ്യം കാണിച്ചുവോ അന്ന് മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ അസമാധാനം അഥവാ ശാന്തിയില്ലായ്മ അഥവാ സംഘട്ടനങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ആരംഭിച്ചു എന്നതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബത്തിൽ തന്റെ വാപ്പയും തന്റെ ഉമ്മയും ആ മക്കളും ഒരുമിച്ചിരുന്ന് ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അത്തരത്തിലുള്ള കുടുംബമുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അമാനി മൗലവിയുടെ തഫ്സീർ ഒന്നെടുത്ത് വെച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്നൊരുമിച്ചിരുന്നു കൊണ്ട് ഖുർആനിന്റെ 2 ആയത്തെങ്കിലും പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം പഠിക്കുന്ന, അതൊന്ന് വായിക്കുന്ന മക്കളും അതുപോലെ തന്നെ വാപ്പയും ഉമ്മയും കുടുംബസമേതം അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്ന അത്തരത്തിൽ ഒരു സംസ്കാരമെങ്കിലും നമ്മുടെ വീടകങ്ങളിൽ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ സമാധാനമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സംസ്കാരം ഇന്ന് അതേ എവിടെയോ നമ്മൾ കളഞ്ഞു കുടിച്ചു പോയി. എല്ലാവരും അതാ അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. തന്റെ കൈവെള്ളയിൽ കിട്ടുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാപ്പ ഒരു പക്ഷത്ത് റീൽസുകൾ കണ്ട് ഷോർട്സുകൾ കണ്ട് സ്വയം ആസ്വദിക്കുകയാണ്. ഉമ്മയതാ ഉമ്മാക്ക് ആവശ്യമുള്ള രൂപത്തിൽ പല രൂപത്തിലുള്ള റീൽസുകൾ കണ്ട് ആ രൂപത്തിൽ സ്റ്റാറ്റസ് വെച്ച് പല രൂപത്തിലുള്ള കാര്യങ്ങളും ഉമ്മ ആസ്വദിക്കുന്നു. മക്കളതാ ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുന്നു, പല രൂപത്തിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. അധാർമികതയിലേക്ക് അവർ കൂപ്പുകുത്തുമ്പോ സ്വന്തം ഉമ്മയും ബാപ്പയും അഥവാ ഭാര്യാഭർത്താക്കന്മാർ പോലും പരസ്പരം വീടുകളിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ഇടമില്ലാത്ത രൂപത്തിൽ മറ്റെന്തൊക്കെയോ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് സ്വയം സന്തോഷിക്കുന്ന, സ്വന്തത്തിലേക്ക് ചുരുങ്ങിക്കൂടുന്ന അത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ വീടകങ്ങളിൽ ഇല്ലേ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക. ഇതിനിടക്ക് സ്വന്തം മക്കളെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ല, അതിന് സമയമില്ല. നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു ചെറിയ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ സംസാരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ തന്നെ അല്ലേ പലപ്പോഴും? വാപ്പാനോട് ഉമ്മ സംസാരിക്കണില്ല, ഉമ്മ വാപ്പാനോട് സംസാരിക്കുന്നില്ല, വാപ്പന്മാരോടും സംസാരിക്കണില്ല. മക്കൾ ഉമ്മ വാപ്പ എന്ന കൂടിയിരിക്കൽ ഉണ്ടാവുന്നില്ല, പരസ്പരം ശത്രുക്കൾ. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി പഠനത്തിൽ അല്പം വൈകല്യം കാണിച്ചപ്പോ, മാർക്കൊക്കെ കുറച്ച് കുറഞ്ഞപ്പോ രക്ഷിതാവ് പറഞ്ഞു കുട്ടിയോടൊന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കൗൺസിലർ ഒന്നല്ല, നമ്മളിങ്ങനെ ഖുത്ബയും ഖുർആൻ ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോ അവരിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, സംസാരിക്കാന്ന് പറഞ്ഞു. ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമല്ല, മാർക്കൊക്കെ കുറയാൻ പഠിക്കാനൊരു മൂഡില്ലാന്ന്. എന്താ മൂഡില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നം? ക്യാമ്പസിലാണോ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, വീട്ടിലാണോ പ്രശ്നം? കുട്ടിയൊന്നും മിണ്ടണില്ല. ഞാൻ ചോദിച്ചു കുട്ടിയോട്, എൻ്റെ ഏറ്റവും നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ആരാണ്, ഏറ്റവും നല്ല കൂട്ടുകാരി ആരാണ് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയുന്നത്, എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് എൻ്റെ അമ്മയാണ്. സ്വന്തം അമ്മ. നല്ല കാര്യമാണല്ലോ. എന്നിട്ട് പറയാണ്, സാറേ ഞാന് എന്റെ സ്കൂളിൽ നടക്കുന്ന ഓരോ പീരീഡ് നടക്കുന്ന കാര്യങ്ങളും എൻ്റെ ഉമ്മാനോട് ഞാൻ കൃത്യമായിട്ട് ഉമ്മാന്റെ വൈത്താലെ നടന്ന് പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. നല്ല കാര്യമാണ്. എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോ ഈ മോള് പറയുന്നത്, എനിക്ക് ഏറ്റവും ദേഷ്യം എൻ്റെ ഉമ്മാനോട് തന്നെയാണ്. ഇതെന്താ ഇപ്പൊ മോരും മുതലയും പോലെ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. ഏറ്റവും നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ഉമ്മയാണ്, ഏറ്റവും ദേഷ്യം ഉമ്മാനോടാണ്. അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉമ്മാന്റെ വൈത്താല നടന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉമ്മ ഒന്ന് മൂളും കൂടി ചെയ്യൂല. എന്നിട്ട് ആ കുട്ടി പറയുന്നത്,
അല്പം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ആ കുട്ടി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ 2 പ്രഷർ കുക്കറാണ്. ഒന്ന് അടുപ്പത്തുണ്ടാകും, അത് 2-3 വിസിലടിച്ചാൽ അത് ഓഫാക്കിയാൽ നിൽക്കും. രണ്ടാമത്തെ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞത് അതിൻ്റെ ഉമ്മയാണ്. എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞ 2 തവണ ആവർത്തിച്ച് പറഞ്ഞ ഉമ്മ ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ചീത്ത പറയാനല്ലാതെ എൻ്റെ അമ്മ തൊള്ളർക്കലില്ലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി ടെൻഷനിലാണ്. എന്തെന്റെ അമ്മ എങ്ങനെ പഠനത്തിൽ പിന്നോക്കം പോകുന്നു, എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന ഒരു ചിന്ത. പ്രിയമുള്ളവരെ, നമ്മുടെ വീടകങ്ങളിൽ ഒരുമിച്ചിരുന്ന സംസാരങ്ങൾ ഉണ്ടാവണം. പരസ്പരം നല്ല കാര്യങ്ങൾ സംസാരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണം. ഇസ്ലാമിക നിയമമാണ്. മഅൽ ജമാഅത്തി ബർക. ആ സംഘത്തിലാണ് ജമാഅത്തായിട്ട് അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിലാണ് ബർക്കത്തുള്ളത് എന്നാണ്. ഇത് വാപ്പ ഒരു നേരത്താണ്, മോള് ഓൾക്ക് കിട്ടിയതേറ്റ് ഓളെ റൂമിൽ പോയി, മോനെ ഓന്റെ റൂമിൽ പോയി, ഒക്കെ കഴിഞ്ഞ് ഉമ്മ അവസാനം. അവിടെ ബർക്കത്ത് ഉണ്ടാവൂല. ഒരുമിച്ചിരിക്കാൻ സാധിക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മയും വാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ഉപകരണങ്ങൾ മാത്രമായിട്ടാണ് അവർ മാതാപിതാക്കളെ കാണുന്നത്. മാതാപിതാക്കളോ, പണ്ട് കാലത്ത് മാതാപിതാക്കൾ എന്നതൊരു ബഹുമാനായിരുന്നു. ഇന്ന് പല മാതാപിതാക്കളെ കുറിച്ചും മക്കൾക്ക് യാതൊരു ബഹുമാനമല്ല. അതിന് കാരണങ്ങളുണ്ട്. അവരുടെ ഒരുപാട് തിന്മകൾ, കൊള്ളരുതായ്മകൾ മക്കൾക്കറിയാം. അങ്ങനെയുള്ള മക്കൾക്ക് അത് ഉമ്മയും വാപ്പിയല്ല, ഒരു കള്ളത്തരം ചെയ്യുന്ന ആളായിട്ട് തോന്നുകയാണ്. ഇവിടെയാണ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി ഇസ്ലാം വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. കുഴപ്പം എന്താണ്? നമ്മുടെ മക്കൾക്കാണോ കുഴപ്പം? അതല്ല നമുക്കാണോ കുഴപ്പം? സമൂഹത്തിനാണോ കുഴപ്പം? ഇവിടുത്തെ സിസ്റ്റമാണോ കുഴപ്പം? എല്ലാവരും പറയും സിസ്റ്റാകെ മാറേണ്ടതുണ്ട്, ഇവിടെ ശരിയാവൂല എന്ന്. എവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമുക്കൊരുപാട് ന്യൂനതകളുണ്ട്. ഈ കുട്ടികളൊക്കെ മോശപ്പെട്ട സ്വഭാവത്തോടുകൂടി ജനിച്ചു വീണവരല്ല. ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടത്. ഒരു കുട്ടിയും കുറ്റവാളിയായി ജനിക്കുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരാളും തന്നെ മോശക്കാരായിട്ടല്ല ജനിക്കുന്നത്. ഒരാളും മദ്യപാനിയായി ജനിക്കുന്നില്ല. ഒരാളും വാപ്പയോട് ദേഷ്യമുള്ളവനായി ജനിക്കുന്നില്ല. ഉമ്മയെ അടിക്കുന്നവനായി ഉപദ്രവിക്കുന്നവനായി ജനിക്കുന്നില്ല. മറിച്ച് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചല്ലോ. മാ മിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. വളരെ ഫിത്രത്തോടു കൂടെയാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. വഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുശർരികാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ നസ്രാനിയാക്കുന്നതും അതുപോലെ തന്നെ അവനെ ജൂതനാക്കുന്നതും അവനെ മുശ്രിക്കാക്കുന്നതും അവന്റെ മാതാപിതാക്കളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കൾ അവർ നല്ലതും ചീത്തയും ആകുന്നതിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് വലിയ പങ്കുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മതപരമായ ചിട്ടയോടുകൂടെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുകയും അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷെ ആ കടമ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. നമുക്കതിന് സമയമില്ലാണ്. സമയം കാണണം എന്നാണ്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ നമ്മൾ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കും. ആ മദ്രസയിൽ പറഞ്ഞയച്ചാൽ അവിടുന്ന് എല്ലാം കിട്ടിക്കോളണം എന്നാണ്. ആ കിട്ടിയ ഇൽമ വെച്ച് അവൻ മരിക്കോളം അവന് പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ വെപ്പ്. അതിൻ്റെ ഒരു തുടർച്ച ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, കുട്ടികളുടെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി വളരെയധികം താല്പര്യം കാണിക്കുകയും അതേസമയം അവരുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി, മതപരമായ പുരോഗതിക്ക് വേണ്ടി യാതൊരു താല്പര്യവും കാണിക്കാത്ത രക്ഷിതാക്കളെ കാണാൻ സാധിക്കും. ആദ്യം ഒഴിവാക്കുക എന്താ? 7ാം ക്ലാസ് വരെ. ഞാൻ ഇന്ന് രാവിലെ ഒരു PTA മീറ്റിങ്ങിലാണ്. 2 മദ്രസകളിലെ 100-400 രക്ഷിതാക്കൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇടവണ്ണ ഭാഗത്ത്. നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങളന്ന് ചിന്തിച്ചു നോക്കി,
ആ മക്കൾ അവരുടെ, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, ആ മദ്രസ പഠനത്തിൽ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിന്റെ മദ്രസ പഠനം അവിടെ നിന്നില്ലേ? ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. ഞാൻ ഇന്നാണ് മരിച്ചാൽ എനിക്കുണ്ട് 10 വയസ്സായ കുട്ടിയും 15 വയസ്സായ കുട്ടികളൊക്കെ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇന്നാണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി, ഞാൻ മുഅ്മിനാണെങ്കിൽ, ഞാൻ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ എൻ്റെ കുട്ടി ഉണ്ടാവും. എൻ്റെ കുട്ടി സ്വർഗാവകാശിയാണെങ്കിൽ ആ കുട്ടിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കള് നമ്മളെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുമോ? ഈ ശ്വാസം നിന്നാൽ ബന്ധം അറ്റുപോകും. പിന്നെ പരലോകത്ത് ഒരു ബന്ധം ഉണ്ടാവില്ല. മുഅ്മിനല്ലെങ്കിൽ, അവർക്ക് മതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, കുടുംബത്തിൽ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവാനും പരലോകത്ത് സമാധാനം ഉണ്ടാവാനും ഇതേ മാർഗമുള്ളൂ. ഒരേ ഒരു മാർഗം ദീന് പഠിപ്പിക്കുക എന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ്. ആ പരലോകത്ത് നമ്മുടെ കുടുംബം വേണം. അതിന് പറ്റിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവണം. ഈ ഭൗതിക ലോകത്ത് പലതും പറയുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഈ ഭൗതിക ലോകമല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ജോലി എന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സംഗതിന്റെ എൻഡ് അല്ല, അതിനപ്പുറത്താ, ഒന്ന് കഴിഞ്ഞിട്ടുള്ളതാ. ഈ ജീവിതം കഴിഞ്ഞാല് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം, ഈ ജീവിതം കഴിഞ്ഞാലാണ് അതിന്റെ റിസൾട്ട് കിട്ടേണ്ടത്. അത് പരലോകത്താ കിട്ടേണ്ടത്. ആ പരലോകത്ത് വിജയം ഉണ്ടാവണം. നമ്മൾ ഇപ്പോഴും മരിച്ചാൽ അത് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. പല ആളുകളും സ്വന്തം ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ഇന്ന് മരിക്കുകയാണെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഒരുപാട് സംഗതി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്നലെ ചെയ്യേണ്ടത് പിന്നെ ആലോചിക്കാം. ഇന്ന് ചെയ്യേണ്ട പലതും. നമ്മുടെ മക്കളെ കിട്ടുമോ? നമ്മൾ പോകുമോ സ്വർഗത്തിൽ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. സ്വന്തം മക്കൾ നമുക്ക് എതിരാകും. സ്വന്തം മക്കൾ നമുക്ക് എതിരാകും. നമ്മളെ മക്കൾ നമുക്ക് എതിരാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാപ്പ, ഒരു ഭർത്താവ് പ്രായം അറിയിച്ച് അന്ന് മുതൽ അധ്വാനിക്കാൻ തുടങ്ങണം. എന്തിനാ അധ്വാനിക്കണത്? ഇന്നിപ്പോ ഒരു ഫോൺ കോൾ ഇങ്ങോട്ട് വരികയാണ്, നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്, വീട്ടില് മകൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഓടിച്ചൊല്ലും. എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. യഥാർത്ഥത്തിൽ അത് സ്നേഹമാണ്. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ രക്തബന്ധത്തോടും ഒക്കെയുള്ള ആ ഒരു വല്ലാത്ത അഭേദ്യമായ ബന്ധാണത്. ഇഷ്ടമാണ്, സ്നേഹമാണ്, കരുതലാണ്. എന്നാൽ ഈ മക്കളെ പരലോകത്ത് നമുക്ക് എതിരാകും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരു വചനമുണ്ട്, സൂറത്തു തഗാബുൻ 64-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നു, നോക്കിങ്ങള്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ഒരുതരം ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. സ്വന്തം ഇണകളിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമത്രേ. സ്വന്തം കൂടെ അതാ തന്റെ ജീവിതത്തിന്റെ പാതിയായി നിന്ന, താങ്ങായി നിന്ന, തണലായി നിന്ന, പ്രചോദനമായി, പ്രാർത്ഥനയായി, പിന്തുണയായി കൂടെ നിന്ന സ്വന്തം ഇണകൾ പരസ്പരം ശത്രുക്കളാകുന്ന ഒരു രംഗം. സ്വന്തം ഇണകളിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാകുമത്രേ. നമ്മുടെ രക്തത്തിൽ പിറന്ന അതേ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമത്രേ. അവർ ശത്രുക്കളാകാൻ കാരണം എന്താണ്? അല്ലാഹ് പറയുന്നത്, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്താണ് അവർ ശത്രുക്കളാവാനുള്ള കാരണം എന്നറിയുമോ? പ്രിയമുള്ളവരെ, അവർക്ക് നമ്മൾ എമ്പാടും ദുനിയാവ് നൽകിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കാൻ ആവശ്യമായ ഇൽമ അവർക്ക് നൽകാതെ, മാതൃകാപരമായ ഒരു ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കാതെ അവർ മരണപ്പെട്ടു പോയാൽ കൃത്യമായി അതാ അവർ നരകത്തിൽ ആവതിക്കുമ്പോ റബ്ബിന്റെ കോടതിയിൽ അവർ അതാ നമുക്കെതിരായി സാക്ഷി പറയുമത്രേ.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവർക്ക് വേണ്ടിയല്ലേ അധ്വാനിച്ചത്, അവർക്ക് വേണ്ടിയല്ലേ സമ്പാദിച്ചത്, അവർക്ക് വേണ്ടിയല്ലേ പാടുപെട്ട് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടത്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയത്, ക്ഷീണിച്ചത്, ശരീരം ചുക്കിച്ചുളുങ്ങിയത്. ആ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയല്ലേ. അവർ നമുക്കെതിരാകുന്ന ഒരു രംഗമുണ്ടത്രേ. അതാണ് കവി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത്. അതേ, ഭയ തുറന്നും ബാപ്പാക്കെതിരെ ന്യായം പറഞ്ഞിടും അല്ലാന്റെ മുമ്പിൽ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും പറഞ്ഞ് നടന്ന ഈ മാതാപിതാക്കൾ പരിപൂർണ ദീനിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ചു തന്നില്ല വീണ്ടും വിധത്തിൽ. റബ്ബേ, എന്റെ ഉമ്മയും ബാപ്പയും മതത്തിന്റെ പേര് പറഞ്ഞ് നടന്നവരാണ്. അവരതാ പല രൂപത്തിലുള്ള വാളുകൾക്ക് പോവാറുണ്ട്, അവര് പള്ളിയിലൊക്കെ പോവാറുണ്ട്, ഖുർആൻ ക്ലാസ്സിന് പോകാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷവും ഇല്ല. വാപ്പയതാ നിഷ്കളങ്കമായ ഞങ്ങളെ നോക്കിയിട്ട് നല്ല രൂപത്തിൽ ഒരു ഉപദേശം ഉപദേശിക്കുന്ന വാപ്പയല്ല ഞങ്ങൾക്കുള്ളത്. വാപ്പയും ഉമ്മയും പരസ്പരം കലഹിക്കുകയാണ്. വാപ്പയിൽ നിന്ന് ഒരിക്കലും ഒരു നന്മ ഞങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. വാപ്പയതാ ലഹരി ഉപയോഗിക്കുന്ന വാപ്പയാണ്, ബീഡി വലിക്കുന്ന വാപ്പയാണ്. ഉമ്മയതാ കുടുംബത്തിൽ സ്വസ്ഥത തരാത്ത ഉമ്മയാണ്. കുടുംബത്തിൽ ഒരിക്കലും തന്നെ വാപ്പയും ഉമ്മയും നല്ല സംസാരിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ അവർ ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ട്, മുജാഹിദ് മഹല്ലുകളിൽ പോലും അവർ ഖുതുബകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഒന്നും ഞങ്ങൾ ഒരു നന്മയും കാണുന്നില്ല. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ നല്ല ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഞങ്ങളൊക്കെ വീട്ടില് പലപ്പോഴും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. 2-3-4 ഖത്തീബുമാരാണ് ഞങ്ങളെ വീട്ടിലുള്ളത്. ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ചോദിക്കും, ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. ഒരുപാട് ആൾക്കാർ ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ടല്ലോ, വയലിന് വരുന്നുണ്ട്. എവിടെ വയലുണ്ടെങ്കിലും പല സഹോദരിമാരും പോവാറുണ്ട്. അവരൊക്കെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ എത്രത്തോളം വയലും ഖുർആൻ ക്ലാസ്സും ഖുതുബയും ഒക്കെ കേട്ടിട്ടും എന്താ ഇവരെ കുടുംബത്തിലൊരു മാറ്റമില്ലാത്തത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രായമായ ഒരു ഉത്താത്താനോട് ഇങ്ങനെ ചോദിച്ചു, അല്ല ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ എന്താണ് അയൽവാസിനോട് തെറ്റിയടക്കണ ഒരു സഹോദരിയോട് ചോദിക്കാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ തെറ്റി നടക്കുന്നത്? തെറ്റാണ്, അത് പാടില്ലാത്തതാണ്. പരസ്പരം പിണങ്ങി നടന്നാല് നമ്മൾ അമല് സ്വീകരിക്കൂല. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു തആല ശിർക്ക് ചെയ്യാത്ത അത്തരത്തിൽ അള്ളാഹുവിനെ ആരാധിച്ച മനുഷ്യന്മാർക്ക് അവരുടെ എല്ലാ പാപവും പുറത്തു കൊടുക്കും. അവരുടെ അമലുകൾ സ്വീകരിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഒരു വിഭാഗത്തിന്റെ ഒഴികെ പരസ്പരം തെറ്റിയടക്കുന്ന ആളുകളത് അവരുടെ അള്ളാഹ് സ്വീകരിക്കൂല ഒരു മുണ്ടണത് വരെ. ഇതൊക്കെ അറിയുന്ന, അത് കേൾക്കുന്ന, ഖുതുബ കേൾക്കുന്ന അത്തരത്തിലുള്ള മുജാഹിദ് മഹല്ലുകളിൽ പോലും പരസ്പരം തെറ്റിയടക്കുക, പിണങ്ങിയടക്കുക. നിങ്ങൾ എന്താ അങ്ങനെ എന്ന് ഒരു താത്താനോട് ചോദിച്ചപ്പോ ആ താത്ത പറയാണ്, നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ ഇരുന്നേറണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇനി അവിടെ അപ്പുറത്ത് വേറെ ഉണ്ടെങ്കിൽ അതിനും പോകും. അതിങ്ങനെ ഇരുന്ന് കേട്ടാൽ തന്നെ അങ്ങനെ മലക്കാള പ്രാർത്ഥന ഒക്കെ കിട്ടുന്നല്ലേ, അതിന് വന്നിരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ ഇതിൽ മാറ്റൊന്നും ഉണ്ടാക്കാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. മാറ്റല്ല, എത്രേ കേൾക്കണുണ്ട്. എന്നും തെറ്റിയടക്കണോനെ എന്നും തെറ്റിയടക്കന്നെ. എത്ര ആൾക്കാരുണ്ട് കാര്യങ്ങള് കുടുംബത്തിൽ നല്ല നിലക്കുള്ള ബന്ധങ്ങളില്ലാത്ത ആൾക്കാർ വാപ്പിമ്മിയും മുണ്ടൂല. കുടുംബത്തിലെ രക്ഷാധികാരി എന്നത് ഒരു വാപ്പയാണ്. അത് പെണ്ണുങ്ങളെ കുറച്ച് കാണിക്കാനല്ല, അള്ളാഹ് പഠിച്ചത് ആണാണ് കുടുംബത്തിലെ കാര്യം നിശ്ചയിക്കേണ്ടത്. ആ കുടുംബനാഥന്റെ കീഴിൽ ആ കുടുംബത്തിൽ ബാക്കിയുള്ള ആളുകളുടെ എല്ലാ രൂപത്തിലുള്ള തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരു രാജ്ഞിയായിട്ട് ഉമ്മ ഉണ്ടാവണം, ഭാര്യ ഉണ്ടാവണം. ആ ഭർത്താവിനെ ആദരിക്കണം. മാത്രമല്ല പരസ്പരം നല്ല രൂപത്തിലുള്ള ബന്ധം ഉണ്ടാവണം. ഭാര്യ ഭർത്താവ് എന്നത് ഒരിക്കലും തന്നെ ഒരാള് ഭരിക്കുന്ന ആളും മറ്റേ ആള് ഭരിക്കപ്പെടുന്ന ആളുമല്ല. സൗജ് സിവാജ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗം പരസ്പരം കൂടിച്ചേർന്ന് ഒന്നായതാണ്. ഒരാള് താങ്ങാകുമ്പോ മറ്റേയാള് തണലാവണം.
ആ രൂപത്തിലാവണം എന്നാണ്. പക്ഷേ രണ്ടാളും കണ്ടാൽ കീരിയും പാമ്പും കണ്ട പോലെയാണ്. പണ്ട് ആരോ പ്രസംഗിച്ചപ്പോ പറഞ്ഞ് സ്കൂളിലെ രണ്ട് കുട്ടികൾ ഇങ്ങനെ കച്ചറ ഓടുന്നുണ്ട്, വക്കാണം കൂടിയപ്പോ ഈ അധ്യാപകൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെന്താ തെറ്റിയോ, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടികൾ പറയും, ഞങ്ങൾ തെറ്റിയതും കച്ചറ ഓടിയൊന്നും ഞങ്ങൾ കളിക്കാണ്. ഇതെന്ത് കളി അങ്ങനെ കച്ചറ ഓടി കളിക്കല്? ഞങ്ങൾ ഉമ്മയും വാപ്പിയായി കളിച്ചാണ്. ഓല് കാണുന്ന ഉമ്മയും വാപ്പി അങ്ങനെ വക്കാണം കൂടുക, വീട്ടിൽ കച്ചറ കൂടുക. എത്ര ആളുകൾ തെറ്റി നടക്കുക, അയൽവാസികളോട് മിണ്ടൂല, കുടുംബക്കാരോട് മിണ്ടൂല, രക്തബന്ധം മുറിക്കുന്ന ആളുകൾ എത്ര ആളുകൾ അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, ത്യാഗോജ്വലമായ ഒരുപാട് തീഷ്ണമായ പരീക്ഷണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അള്ളാന്റെ റസൂലൊക്കെ മറ്റുള്ള ആളുകളോട് തെറ്റാൻ തക്ക രൂപത്തിൽ എത്രയോ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള ഒരിക്കലും ഒരാളോടും തെറ്റിയിട്ടില്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ അവിടെ ഇങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകങ്ങളുടെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ടു. പ്രവാചകൻ ഒന്ന് നിവരാൻ സാധിക്കുന്നില്ല, വല്ലാത്ത പ്രയാസം. ചുറ്റുപാടും നോക്കി നിൽക്കുന്ന ആളുകൾക്ക് പോലും സഹതാപം തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ്. അത്രക്ക് വേണ്ടിയിരുന്നില്ല, അതൊന്ന് മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് ചോദിച്ചപ്പോ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും മുഹമ്മദിന്റെ കഴുത്തിൽ നിന്ന് ആ ഒട്ടകങ്ങളുടെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു മാറ്റിയവന്റെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞു ഉറഞ്ഞു തുള്ളി. ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് തന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ രംഗം കാണുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. തന്റെ നിഷ്കളങ്കമായ ആ മുഖത്ത് നിന്ന് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നു. തന്റെ ആ മുതലമായ കരങ്ങൾ കൊണ്ട് ആ പിഞ്ചോമനയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് പാടുപെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആ ഒട്ടകങ്ങളുടെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പ്രയാസപ്പെട്ട് നീക്കുകയാണ്. ഒരൊട്ടകത്തിൻ്റെതല്ല, ഒന്നിൽ കൂടുതൽ ഒട്ടകങ്ങളുടെ കുടൽമാല, ചീഞ്ഞളിഞ്ഞ കുടൽമാല. ഒരു പിഞ്ചോമന ബാലിക ഇതാ ആ രൂപത്തിൽ ഇങ്ങനെ എടുത്തു മാറ്റുന്ന രംഗം ആലോചിച്ചു നോക്കൂ. ചുറ്റുപാടും കൂടി ആളുകൾ പുച്ഛത്തോടുകൂടെ പരിഹാസത്തോടുകൂടെ ഇങ്ങനെ നോക്കി നിന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിഷ്കളങ്കയാണ്, കൊച്ചുകുട്ടിയാണ്, അവരെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മകളുടെ കൈ പിടിച്ചുകൊണ്ട് ആ വാപ്പയും മകളും ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസവും സങ്കടവും തോന്നിയിട്ട് ആളുകളുടെ പരിഹാസച്ചിരി കണ്ടപ്പോ റസൂലുള്ള തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനല്ലേ, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാനിതാ നിങ്ങളോട് ആരോടും പിണങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാന്റെ പ്രവാചകന് അവരോട് പിണങ്ങാൻ തക്ക രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് പോലും പിണങ്ങിയിട്ടില്ല എന്നതാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്ന, പ്രവാചകന്റെ അനുയായികൾ എന്ന് വിശേഷിപ്പിക്കുന്ന, ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുധാവനം ചെയ്യുന്ന അത്തരത്തിലുള്ള അനുയായികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ എത്രയെത്ര ആളുകളോടാണ് പിണങ്ങിയിട്ടുള്ളത്? എത്ര ആൾക്കാരോട് തെറ്റിയടക്കുക ഇല്ലേ? കുടുംബത്തിൽ തെറ്റിയടക്കുന്ന ആൾക്കാരില്ലേ? ജ്യേഷ്ഠനും അഞ്ചനും മുണ്ടൂല, കുടുംബത്തില് നാത്തൂനും മുണ്ടൂല, ഉമ്മാക്ക് മറ്റുള്ള ആൾക്കാരെ കണ്ടൂടാ, മൂത്താപ്പാനെ കണ്ടൂടാ, മൂത്തമ്മാനെ കണ്ടൂടാ, ഇളയമാനെ കണ്ടൂടാ. എന്തോ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തെറ്റിയടക്കുക. 3 ദിവസത്തിലധികം തെറ്റിയടക്കാൻ പാടില്ല എന്നാ, നമ്മളെ അമല് സ്വീകരിക്കൂല എന്നാ. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ 3 അല്ല 30 കൊല്ലം വേണമെങ്കിലും തെറ്റിയടക്കാൻ ഒരു പ്രയാസമല്ല. മരിച്ചു പോകണ്ടേ സഹോദരങ്ങളെ? അവസാനം ഒരു നെഞ്ഞുവേദന ഉണ്ടായാൽ മതി, ചെറുതായിട്ടൊന്നും കുഴഞ്ഞു വീണാൽ മതി, ചെറിയൊരു ബ്ലോക്ക് വന്നാൽ മതി. ആശുപത്രിയിൽ ഇങ്ങനെ അഡ്മിറ്റ് ആകുമ്പോഴേ അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും, പടച്ചോനെ ഇതുവരെയുള്ള മാതിരിയല്ല. ഓക്സിജൻ ഇങ്ങനെ കയറ്റുമ്പോ ഒരു ചെറിയ ബ്ലോക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആ ICUയിൽ ഇങ്ങനെ കിടത്തുമ്പോഴേ ആൾക്കാരിങ്ങനെ ചോദിക്കും, എന്തേ ഉണ്ടായി? ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ചെറിയ ഒരു നെഞ്ഞുവേദന.
ബ്ലോക്ക് ഉണ്ട്, 99% ബ്ലോക്കാണ്, പ്രയാസാണ്. ചികിത്സ ആരംഭിക്കുകയാണ്. ICUവിൽ ഇങ്ങനെ കിടക്കുമ്പോ അപ്പൊ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും, പഠിച്ചോനെ ഞാൻ മരിച്ചാല് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല, നരകത്തേക്ക് നേരെ പോകാം. അപ്പൊ ഇങ്ങനെ വരും, ഞാൻ ഇന്ന ആൾക്കാരോടൊക്കെ മുണ്ടാണ്ടല്ലോ, ഞാൻ ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ, തെറ്റിയിട്ടുണ്ടല്ലോ. ആ ആളുകളും ചിലപ്പോൾ കാണാൻ വരും. ആ കാണാൻ വരുമ്പോൾ ആശുപത്രിയുടെ ICUയുടെ ആ ഒരു കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണുകൂടി ഇങ്ങനെ കണ്ണുനീര് വരും. ഒന്ന് മാപ്പ് പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ യാത്ര പോകുമ്പോ ആ മയ്യത്ത് ഇങ്ങനെ മിഹ്റാബിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ വെറുതെ ഒരു വെറും വർത്താനുണ്ട്. ഈ മനുഷ്യൻ ആരോടെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രംഗമോർത്തുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണട്ടോ എന്ന് പറയും. അതൊരു വെറുതെ ഒരു വർത്താന. ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്, തെറ്റിയ ആൾക്കാര്. മിണ്ടണം സഹോദരങ്ങളെ. അള്ളാഹ് നമുക്ക് നൽകിയ ആയുസ് തീരുന്നതിന്റെ മുമ്പേ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ നമ്മൾ നാവുകൊണ്ട് ഉപദ്രവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അയൽവാസികൾ മാത്രല്ല, കുടുംബത്തില് സ്വന്തം മക്കളോട് പോലും വളരെ ദ്രോഹത്തോടു കൂടെ പെരുമാറുന്ന ആൾക്കാരില്ല. മക്കൾക്കിടയിൽ പോലും വിവേചനം വെച്ച് പുലർത്തുന്ന ആൾക്കാര്. മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹ് ഒരിക്കലും തള്ളൂലാന്നാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ നാവുകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും. കുടുംബത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ നമ്മളെ കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ഉപദ്രവിച്ച ആൾക്കാരുണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളെ കുറിച്ച് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചപ്പോ മർദ്ദിതന്റെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഇടയിൽ മറല്ല. എന്താണോ പ്രാർത്ഥിച്ചത് അത് കിട്ടുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രമുഖ താബിഈ പണ്ഡിതനായ മുഹമ്മദ് സീരി, അദ്ദേഹം ഇങ്ങനെ മക്കയിലെ തവാഫിന്റെ സമയത്ത് കണ്ട ഒരു സംഭവമുണ്ട്. മുഹമ്മദ് സീരി ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാഴ്ച, ഒരു മനുഷ്യൻ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, നീ എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരില്ല എന്നെനിക്കറിയാം, എന്നിരുന്നാലും നീ എനിക്ക് പുറത്തു തരണേ. വല്ലാത്തൊരു പ്രാർത്ഥനയുള്ളൂ. നീ എനിക്ക് പുറത്തു തരില്ല എന്നെനിക്കറിയാം, എന്നിരുന്നാലും നീ എനിക്ക് പുറത്തു തരണേ. അങ്ങനത്തെ ഒരു പ്രാർത്ഥന. അപ്പൊ മുഹമ്മദ് സീരി ഇത് കേട്ട മുഹമ്മദ് സീരി അദ്ദേഹത്തിന് വല്ലാതെ അത്ഭുതം തോന്നി. അദ്ദേഹം ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഇതെന്തൊരു പ്രാർത്ഥനയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, എന്ത് പ്രാർത്ഥനയാണിത്? അപ്പൊ ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കാര്യം അറിയാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് എന്റെ കാര്യം അറിയാത്തോണ്ടാണ്. എന്റെ കാര്യം എന്താണെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ചില ആഭ്യന്തര കലഹമുണ്ടായി. ഉണ്ടാക്കി. ഖവാരിജികൾ ആ രൂപത്തിൽ കലഹമുണ്ടാക്കി. ഖവാരിജികൾ അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു. അന്ന് ഈ മനുഷ്യൻ കഅബാലയത്തിൽ ഒരു കൈ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ഒറ്റ കൈ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു കൈ പൊന്തണില്ല. ഒറ്റ കൈ കൊണ്ടാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് മുഹമ്മദ് സീരിക്ക് അത്ഭുതം തോന്നിയത്. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയാ, ഞാനന്ന് ഖവാരിജികളുടെ കൂടെയാണ്. അന്ന് ഇയാളൊരു പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാണ്. എന്താണ് അദ്ദേഹത്തെ പ്രതിജ്ഞ? ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖത്തടിക്കും എന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും മറ്റുള്ളവർ ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ മയ്യത്ത് നമസ്കരിക്കാൻ എന്ന വ്യാജേന മുന്നിലെ സ്വഫിൽ വന്ന് നിന്നുകൊണ്ട് അതാ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖത്തുള്ള ആ കഫം പുടവെങ്ങനെ മാറ്റിയിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖത്തടിച്ചു. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുഖത്തടിക്കുകയാണ്. ഇത് കണ്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ സങ്കടപ്പെടാൻ ആളുകൾ അത്ഭുതപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുകയാണ്, അശല്ലല്ലാഹു യദക്, അല്ലാഹു നിന്റെ കൈ നശിപ്പിക്കട്ടെ എന്ന മർദ്ദിതന്റെ പ്രാർത്ഥന മനംനൊന്നുകൊണ്ടുള്ള ആ പ്രാർത്ഥന, അതേ അദ്ദേഹത്തിന്റെ കൈ ഒരു മരക്കഷ്ണം പോലെ ആയി മാറി എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കൈ മാത്രം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, മർദ്ദിതന്റെ പ്രാർത്ഥനക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല.
ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്ര ആളുകളെ നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, എത്ര ആളുകളെ നമ്മൾ ആ രൂപത്തിൽ ഇകഴ്ത്തിയിട്ടുണ്ട്, എത്ര ആളുകളെ നമ്മൾ അപമാനിച്ചിട്ടുണ്ട്. ആ ആളുകളെങ്ങാനും മനസ്സ് നിന്നുകൊണ്ട് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും റബ്ബിനുമിടയിൽ യാതൊരു മറയുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. ഒരിക്കലതാ ഒരു മദീന പള്ളി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളി, ആ പള്ളിയുടെ ഓരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇംറഅത്തുൻ സൗദാ, ഒരു കറുത്ത സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ആ സ്ത്രീയാണുള്ളത്. ഇടക്കിടക്ക് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ വീട് ഇങ്ങനെ സന്ദർശിക്കാൻ പോകും, ആ സഹോദരിയെ സന്ദർശിക്കാൻ പോകും. സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സഹോദരി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പാടും. എന്താ പാടുക? വയൗമൽ വിശാഹി മിൻ അജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജീനി. ആയിഷ റളിയല്ലാഹു അൻഹ ആ സഹോദരിയെ സന്ദർശിക്കാൻ പോകുമ്പോഴൊക്കെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ സഹോദരി ഇങ്ങനെ പാടും. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വയൗമൽ വിശാഹി മിൻ അജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജീനി. യൗമുൽ വിശാഹിന്റെ അന്ന് അള്ളാഹു ചെയ്ത അത്ഭുതം എത്ര മഹത്തരമാണ്. ആ കുഫറിന്റെ നാട്ടിൽ നിന്ന് അള്ളാഹു തആല എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നിങ്ങനെ പാടുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സഹോദരിയോട് ചോദിക്കുന്നു, എന്താണ് യൗമുൽ വിശാഹ്? അപ്പൊ ഈ സഹോദരി പറയുകയാണ്, അതെന്താണെന്നറിയുമോ, ഞാനൊരു കുഫറിന്റെ നാട്ടിലായിരുന്നു. ആ നാട്ടിലതാ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു, വീട്ടിലെ വേലക്കാരിയായിരുന്നു. ആ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അരയിൽ ഒരു അരപ്പട്ടുണ്ട്. ആ അരപ്പട്ടയുടെ നിറം ഒരു മാംസത്തിന്റെ നിറമാണ്, പക്ഷെ അത് സ്വർണത്തിൻ്റെതാണ്. ഒരു ദിവസം ഈ അരപ്പട്ട കാണുന്നില്ല. അവരൊരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷേ അവസാനം എന്നെ സംശയിച്ചു. വീട്ടുജോലിക്കാരിയായ എന്നെ അവർ സംശയിച്ചു. അവസാനം അതാ എനിക്ക് അപമാനമുണ്ടാകുന്ന രൂപത്തിൽ എന്റെ രഹസ്യഭാഗങ്ങൾ പോലും അവരതാ പരിശോധിച്ചു. വല്ലാത്ത അപമാനിതയായി ഞാൻ, മർദ്ദിതയായ ഞാനതാ മനം നിന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ നിഷ്കളങ്കത നീ എനിക്ക് പ്രകടമാക്കണേ, ഞാൻ നിരപരാധിയാണ്, എന്റെ നിരപരാധിത്വം നീ തെളിയിക്കണേ എന്ന് റബ്ബിനോട് നിഷ്കളങ്കമായ മനസ്സോടുകൂടെ ആ സഹോദരി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തതാ ഒരു പരുന്ത് ആ അരപ്പട്ട കൊത്തിക്കൊണ്ടുവന്ന് ആ ആൾക്കൂട്ടത്തിനിടയിലിടുകയാണ്. എല്ലാവർക്കും മനസ്സിലായി, ആ അരപ്പട്ട അവർക്ക് കിട്ടി. ഒരു പരുന്ത് കൊത്തിക്കൊണ്ടുപോയതാ. ഈ അരപ്പട്ട കുട്ടിയുടെ അരയിൽ കിടന്നപ്പോ മാംസക്കഷ്ണാണ് വിചാരിച്ചിട്ട് പരുന്ത് കൊണ്ടുപോയതാ. ആ സ്വർണത്തിൻ്റെതാണ്. അവിടെ കൊടുന്നിട്ടു. നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. നിരപരാധിയാണ് എന്ന് തെളിഞ്ഞപ്പോ അവർക്കും കുറ്റബോധം. പക്ഷെ ഈ സഹോദരി പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അങ്ങനെ മദീനയിലേക്ക് പോന്നതാണ്. അതാണ് ആ ദിവസം എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത് മർദ്ദിതന്റെ പ്രാർത്ഥന. നമ്മൾ ഉപദ്രവിച്ച ഒരുപാട് ആൾക്കാർ നാവുകൊണ്ട് ഉപദ്രവിച്ചത്, നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടല്ല അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത്, ഒരു സഹോദരിയെക്കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച് ഒരുപാട് നിസ്കരിക്കും, ഒരുപാട് നോൽപ്പൊൽക്കും, സുന്നത്ത് നോമ്പറക്കം, സ്വതക്ക കൊടുക്കും, പക്ഷേ അവൾ നരകത്തിലാണ്. എന്താ നരകത്ത് പോകാൻ കാരണം? അവൾ അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കും എന്നാണ്. നമ്മുടെ നാവ് അത് കൃത്യമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടമാകാൻ അത് കാരണമാകും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വളരുന്നത്. ഉമ്മ മൂത്തച്ഛനോട് മിണ്ടൂല, മൂത്തമ്മാനോട് മിണ്ടൂല, ഇളയമാനോട് മിണ്ടൂല, അതേപോലെ അയൽവാസിയായ മൂത്താപ്പാനോട് മിണ്ടൂല, സഹോദരങ്ങളോട് മിണ്ടൂല. ഇത് കണ്ട് വളരെയാണ്. കുട്ടിയെങ്ങാനും അങ്ങോട്ട് പോയാലേ ഉമ്മാക്ക് ദേഷ്യം. എന്താ ദേഷ്യം? ഞാൻ മിണ്ടാത്തോടത്തേക്ക് ഇജ്ജെന്തിനാ പോണേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പകയുമായി നടന്നിട്ട് മരിച്ചു പോയാൽ പരലോകം രക്ഷപ്പെടും. ഈ പരലോകമൊക്കെ സഹോദരങ്ങളെ, അതൊക്കെ വയലറിയാനും വയൽ കേൾക്കാനും മാത്രമല്ല, അല്ല സത്യമാണ്, ഉണ്ട്.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആൾക്കാർ 6 അടി താഴ്ചയിലാണ് ഉള്ളത്, ഖബറിന്റെ അടിയിൽ. ഞമ്മക്കും അങ്ങോട്ടാ പോകാനുള്ളത്. അവിടെ വിചാരണ ഉണ്ട് എന്നാണ്. ആ വിചാരണ കൃത്യമായി നേരിടേണ്ടവരാണ് ഞാനും നിങ്ങളും. അവിടെ പിണക്കത്തോടു കൂടെയാണ് നമ്മൾ പോയത് എങ്കിൽ രക്ഷപ്പെടൂല. ഇതൊക്കെ കണ്ട് വളരുന്ന മക്കൾ, ആ മക്കള് നമുക്ക് എതിരാകുന്നതിൽ എന്താ സംശയമുള്ളത്? അവർ പരലോകത്ത് വെച്ച് പറയും, റബ്ബിനോട് പറയും, എൻ്റെ അമ്മയും വാപ്പയും എനിക്ക് നല്ലതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു ദീനൊക്കെ അനുസരിച്ച് ജീവിക്കണമൊക്കെ, ദീനനുസരിച്ച് ജീവിക്കല്ല, ദീന കേൾക്കാൻ പോകുന്നുണ്ട്, ഓലെ ജീവിതത്തിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വാപ്പാനെ കുറിച്ച് മകൻ പറയാ, മക്കൾ ഇങ്ങനെ നരകത്ത് പോകുമ്പോ മക്കൾ അവിടെ വെച്ച് വിലപിക്കും, ശത്രുക്കളാകുന്നതാണ്. അതാണല്ലോ പറഞ്ഞത്, നിങ്ങളെ സൂക്ഷിക്കണം. എന്താ കാരണം? മക്കൾ പറയത്രേ, റബ്ബേ എൻ്റെ വാപ്പാ ഇന്നേ വരെ ഒരു സുബഹ് ജമാഅത്തിന് എന്നെ വിളിച്ചുണർത്തി കൊണ്ടുപോയ ഓർമ്മ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല എന്ന് ഒരു ബാപ്പാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു മകനെങ്ങാനും റബ്ബിന്റെ കോടതിയിൽ വാപ്പാക്കെതിരെ പരാതി പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്കെന്തു മറുപടി പറയാനുണ്ട്? ഒരു മകനോ മകളോ റബ്ബിന്റെ കോടതിയിൽ പരാതി പറയുകയാണ്, റബ്ബേ എന്റെ ഉമ്മ 1 പേജ് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല എന്ന് മാതാപിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് റബ്ബിന്റെ കോടതിയിൽ മക്കളെങ്ങാനും പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മയും ബാപ്പയും ഇന്നേ വരെ ഒരു ജമാഅത്തിന് ഞങ്ങളെ കുടുംബസമേതം കൂട്ടിക്കൊണ്ടുപോയ ഒരു ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് അതേ മാതാപിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് മക്കളെങ്ങാനും റബ്ബിനോട് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മയും ബാപ്പയും അതാ നാട്ടിൽ നല്ല നല്ല CRE ക്ലാസുകൾ ഉണ്ടായിട്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ ഉണ്ടായിട്ട്, ആഴ്ചയിൽ 1 മണിക്കൂർ പോലും അവിടെ ഒന്ന് പോയിരുന്നു കൊണ്ട് ഒരായത്ത് പോലും പഠിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് അതേ ആ മാതാപിതാക്കൾക്കെതിരായി കൊണ്ട് നാളെ നരകത്തിയിൽ ആ യാവതിക്കുന്ന നേരത്ത് മക്കൾ റബ്ബിനോട് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലേക്ക് അവരെയും വലിച്ചെറിയുന്ന നേരത്ത് അവർ റബ്ബിനോട് നമുക്കെതിരായി കൊണ്ട് സാക്ഷി പറയുമത്രേ, റബ്ബേ ഞങ്ങൾ ഈ നരകത്തിൽ ആപതിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ആളുകളെ ഈ നരകത്തിയിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊണ്ട് റബ്ബേ നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങൾ അതാ ഈ നരകത്തിൽ അവരെ ഒന്ന് ഈ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് ഏതെങ്കിലും ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്, ഒരു വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മകനോ മകളോ നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് പ്രതികരിച്ചാൽ നമുക്ക് സഹിക്കുമോ? പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിൽ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവർക്ക് വേണ്ടിയാണ് ത്യാഗം സഹിച്ചത്, അവർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്. എന്തും സഹിക്കുന്ന മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിന്റെ പേരിൽ സന്താനം നിലനിന്ന് കാണേണ്ടതിനായി സമ്പാദ്യമെല്ലാം ത്യജിക്കും മനുഷ്യൻ. മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്. അതേ, അവർ പിച്ച വെച്ച് നടക്കുന്നത് നോക്കി, പല്ല് മുളക്കുന്നത് നോക്കി, ആദ്യമായി മാർക്ക് വാങ്ങി വരുന്നത് നോക്കി, ആദ്യത്തെ ശമ്പളം കൊണ്ടുവരുന്നത് നോക്കി, ഓരോ ഘട്ടങ്ങളിലും അവരുടെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച മാതാപിതാക്കൾ അവർ നാളെ പാരത്രിക ലോകത്ത് അവർക്കെതിരെ തങ്ങളുടെ മക്കൾ ഇങ്ങനെ റബ്ബിനോട് സാക്ഷി പറയുമ്പോ നിസ്സഹായരായി നിൽക്കുകയാണ്. കുടുംബസമേതം നരകത്തിലേക്ക് ആപതിക്കുന്ന ഒരു രംഗമുണ്ടാകാതിരിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ ഉണർത്തുപാട്ട്. മുജാഹിദ് പ്രസ്ഥാനം ഓരോ ഗ്രാമങ്ങളിലും അതിന്റെ ശാഖതോറും ഈ രൂപത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്, ഫാമിലി മീറ്റുകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാനാണ്. കുടുംബത്തിൽ വാപ്പ ഒരു വാപ്പാന്റെ റോൾ എന്ന നിലക്ക് പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മക്കളെ ജമാഅത്തിന് കൊണ്ടുപോകുന്നുണ്ടോ? മക്കളെ അതേ പള്ളിയിലെ ജമാഅത്തുകളിൽ പങ്കെടുപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM-ൽ പ്രവർത്തിക്കാൻ നമ്മൾ പ്രചോദനം നൽകാറുണ്ടോ? നമ്മുടെ പെൺമക്കളെ കൃത്യമായി അതിന്റെ സ്റ്റുഡൻസ് വിങ്ങിൽ നമ്മൾ പ്രവർത്തിപ്പിക്കാറുണ്ടോ? അതേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയ്ക്കുള്ള ആളുകൾ ഇന്നെവിടെയാണ് പ്രിയപ്പെട്ടവരെ? ദീനിയായ രംഗങ്ങളിൽ അവരെ കാണുന്നില്ല, മതത്തിന്റെ പരിസരങ്ങളിൽ അവരെ കാണുന്നില്ല. അവരെ ഈ മതത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വേണ്ട രൂപത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ആ ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള സംസാരങ്ങളും സംഗമങ്ങളും സംഘടിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വീടകങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോ മക്കളുമായിട്ട് നമ്മളൊന്ന് ഒരുമിച്ചിരിക്കണം. കൃത്യമായി നമ്മുടെ കുടുംബത്തിൽ ഒരു ചർച്ചയുണ്ടാവണം. കൃത്യമായി അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. വാപ്പാന്റെ മക്കൾ, ഉമ്മാന്റെ മക്കൾ, പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് വേണ്ട ഉപദേശം നൽകണം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് മകന് നൽകിയിട്ടുള്ള ഉപദേശം പോലെ ആ രൂപത്തിൽ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് സാധിക്കുന്നില്ലെങ്കിലോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പരാജയം ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകും എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു മകൻ, ആ മകനുള്ള വാപ്പ ഖത്തറിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയതാ. ആ വാപ്പ പറയാണ്, മോനോട് ചോദിച്ചു ഞാൻ, മോനെ ക്യാമ്പസില് വിശേഷം എന്തുണ്ട്? കുഴപ്പമില്ല വാപ്പ, ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ക്യാമ്പസിന്റെ തൊട്ടടുത്ത് ഒരു റൂം എടുത്തിട്ട്, ഒരു വീട് എടുത്തിട്ട് 11 ആൾക്കാർ അതിൽ താമസിക്കുകയാണ്. എന്താണ് ഹോസ്റ്റലിലെ വിശേഷം ചോദിച്ചപ്പോ മോൻ പറയാണ്, ഹോസ്റ്റലിൽ കുഴപ്പമൊന്നുമില്ല, 11 ആൾക്കാരുണ്ട്, 11 ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ലഹരി ഉപയോഗിക്കുന്ന 11 ആൾക്കാരുള്ള റൂമില് നമ്മളെ മക്കളാണുള്ളത് എങ്കിൽ എന്തേക്കാരം നമ്മളെ ബേജാറ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വാപ്പ ഇങ്ങനെ ആഗ്രഹം കൊണ്ട് ചോദിക്കാണ്, മോനോട് ചോദിക്കാണ്, അല്പം ഹിക്കമത്തോടു കൂടെ ചോദിക്കാണ്, മോനെ 11 ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടും എൻ്റെ മോൻ എങ്ങനെയാണ് അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് കിടക്കണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വാപ്പാന്റെ ആഗ്രഹം. ആ സമയത്ത് ഈ മകൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടി, വാപ്പ നിങ്ങൾ ബേജാറാവണ്ടെന്നാ, ഞാനതിൽ പെടാറില്ല. പെടാതിരിക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഇന്നെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ട്, മദ്രസാ പഠനം കഴിഞ്ഞിട്ട് CRE ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. വാപ്പ നിങ്ങൾ ഒറ്റക്കല്ല ജുമാക്ക് പള്ളിക്ക് പോകല്, നിങ്ങളും ഞാനും ഉമ്മയും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പള്ളിക്ക് ജുമാക്ക് പോകും. ഒരുമിച്ചാണ് നമ്മൾ ആ പള്ളിയിൽ ഹുതുബൊക്കെ കേൾക്കല്. അവിടുന്നൊക്കെ കേൾക്കുന്ന ഉപദേശങ്ങൾ, മദ്രസയിൽ നിന്ന് ക്ലാസ് നടക്കുമ്പോൾ ബെല്ലടിക്കണതിൻ്റെ 5 മിനിറ്റ് മുന്നേ ഉസ്താദ് ക്ലാസ് നിർത്തിയിട്ട് അന്ന് നടക്കുന്ന ചില ആനുകാലിക സംഭവങ്ങളും ചരിത്ര സംഭവമൊക്കെ പറഞ്ഞുതരും. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മദ്യപിച്ച് വേച്ച് നടക്കുമ്പോഴും, നാക്ക് കൊഞ്ഞച്ച് തെറിവാക്കുകൾ പറയുമ്പോഴും, അവർ കണ്ണ് കലങ്ങി അലക്ഷ്യമായി നടക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, പടച്ചോനെ അന്ന് ഞാൻ കേട്ടത് ഇതാണല്ലോ. അത് ആലോചിക്കുമ്പോൾ ഞാൻ അതിന് ഇങ്ങനെ മാറിക്കും. പരിഹാരത മാത്രമേ ഉള്ളൂ. നിരന്തരം ഉപദേശിക്കുക എന്ന്. ആ ഉപദേശിക്കാൻ നമ്മൾ അർഹതയുള്ള ആൾക്കാരാവണം എന്നർത്ഥം. പലപ്പോഴും വാപ്പ മദ്യപിക്കുന്ന ആളാണെങ്കിൽ കുട്ടിനെ ഉപദേശിക്കാൻ നമുക്ക് എന്താ അർഹതയുള്ളത്? ഉമ്മ ഒരു പേജ് ഖുർആൻ ഓതണില്ല, നമ്മളെ വീടകങ്ങളിൽ സഹോദരങ്ങളെ മഗ്‌രിബിന് ശേഷം ഒരു പേജ് ഖുർആൻ ഓതട്ടെ. നമുക്കൊരു മുസാഹഫ് ഉണ്ടായിക്കോട്ടെ, ഒരു മുസാഹഫ് സ്വന്തമായിട്ടുണ്ടാകുക, മൊബൈൽ ഫോണിനപ്പുറം ഒരു മുസാഹഫ് ഉണ്ടാകുക. ആ മുസാഹഫ് എടുത്തിട്ട് ഉറക്ക ഓതുക, അത് ഓതിരുന്ന കുട്ടികൾ കേൾക്കട്ടെ. അത് കേൾക്കണില്ലെങ്കിൽ പരലോകത്ത് മക്കൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഏർപ്പാടില്ല. ഖുർആൻ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായി സമാധാനം ഉണ്ടാകും, ഒരുമിച്ചിരിക്കുന്ന സംവിധാനം ഉണ്ടാവണം. ഇങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദീനുൽ ഇസ്ലാം അവരെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. കുട്ടികളെ മതം പഠിപ്പിക്കുക എന്നതും അതുപോലെ തന്നെ അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുക എന്നതും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ചെറിയ പ്രായത്തിൽ അവർ പഠിച്ചെടുത്തിട്ടുള്ള പല കാര്യങ്ങളും അവർ മുതിർന്ന ആളുകളാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മാനഹല വാലിദുൻ വലദുഹു മിൻ നഹലിൻ അഫ്ളലു മിൻ അദബിൽ ഹസൻ. ഒരു കുട്ടിക്ക് ഉമ്മയും വാപ്പയും നൽകുന്ന സമ്മാനം ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കലാണ് എന്നർത്ഥം. അതാണ് ഏറ്റവും നല്ല സമ്മാനം എന്നത്. എന്നാൽ ഈ സമ്മാനം മാത്രമാണ് നമ്മൾ നൽകാത്തത്. വാപ്പ മകനോട് സലാം പറയാ, ഉമ്മാനോട് സലാം പറയാ, അങ്ങനത്തെ ഒക്കെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിൽ ഉണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക.
അത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ കേൾക്കാൻ തയ്യാറാകണം. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടമാണ് എന്തെന്നറിയങ്ങൾ, മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന ഒരു തോന്നൽ കുട്ടികൾക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, സംസാരിക്കുക സ്വന്തം സ്വാർത്ഥതയെ താലോലിക്കാണ് എല്ലാവരും. എൻ്റെ ഏറ്റവും അടുത്തവർ തൻ്റെ മാതാപിതാക്കൾ ആണ് എന്ന ഒരു ചിന്ത നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവണം. പലതും അവർക്കറിയില്ല, മതം എന്താണെന്ന് അറിയൂല. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയണ്ടായി. എന്താണെന്നറിയോ, ഒരു കുടുംബത്തിലെ 4 മക്കളുള്ള ഒരു കുടുംബം, അതിൽ മൂത്ത മകന്റെ മോളെ കല്യാണം നിശ്ചയിച്ചു. ആ കല്യാണം നിശ്ചയിച്ചപ്പോ കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കാൻ നേരത്തെ ഈ കുട്ടി പറയാണ്, എനിക്ക് ആ കല്യാണം വേണ്ട. 2 വർഷമായിട്ട് ഞാൻ പ്രണയത്തിലായ ഒരാളെ ഞാൻ കല്യാണം കഴിക്കൊള്ളൂ, നിങ്ങൾ കൊടുന്ന കല്യാണം എനിക്ക് വേണ്ട. ഒരൊറ്റ നോട്ടം കൊണ്ട് കണ്ട ആളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? 2 വർഷമായിട്ട് പരിചയമുള്ള അയാളെ ഞാൻ കല്യാണം കഴിക്കൊള്ളൂ, അയാൾ ഞാൻ നോക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ വേറൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ബീച്ചിൽ പോകും, പാർക്ക് പോകും, ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് പോകും എന്നൊക്കെ അല്ലാതെ വേറൊന്നുമില്ല. വാപ്പാക്ക് ദേഷ്യം പിടിച്ചു, എന്താ ഞാൻ പറഞ്ഞു, ഇതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റാപ്പയിലുള്ളത്? അതിനെന്താ പ്രശ്നമുള്ളത്? വാപ്പ നല്ലതായിട്ട് കൈകാര്യം ചെയ്തു, അതിന്റെ അടയാളമൊക്കെ ഉണ്ട് കുട്ടീന്റെ മേത്ത്. അവസാനം വാപ്പ പരാജയപ്പെട്ടിട്ട് അമ്മമാരെ കൊടുന്നു. അമ്മമാരെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, ശരിയാകണില്ല. അവസാനം ഈ സുഹൃത്തിനോട് പറയാണ്, ഒന്ന് ഉപദേശിക്കണം. അദ്ദേഹം പറയാം, ഞാൻ കൗൺസിലർ ഒന്നല്ല, ഖുർആനും ആയത്തും ഹദീസൊക്കെ എനിക്കറിയാം, അത് വെച്ച് ഞാൻ സംസാരിച്ചോളാന്ന് പറയാം. അങ്ങനെ സംസാരിച്ചു നോക്കിയപ്പോ ആ കുട്ടി വന്നു. കുട്ടിന്റെ അമ്മ കുറച്ച് ബേക്കറി വന്നു. കുട്ടി ഇങ്ങനെ മുന്നിലിരിക്കുക. ഈ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഖുർആനിലെ സൂറത്തുന്നൂറും സൂറത്ത് ഹുജറാത്തും അതുപോലെ തന്നെ സൂറത്തു നിസായിലെ ആയത്തുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ സഹോദരൻ ഇങ്ങനെ സംസാരിക്കാണ്, മോളെ ഇത് തെറ്റല്ലേ? അപ്പൊ ഈ കുട്ടിയെ അതന്നെ ഉസ്താദെ പറഞ്ഞു, എല്ലാവരും തെറ്റാന്ന് പറഞ്ഞു. എന്ത് തെറ്റാപ്പയിലുള്ളത്? ഇത് തെറ്റാന്ന് ബോധ്യപ്പെടുത്തി തന്നാ ഒഴിവാകാൻ റെഡിയാണോ? നിങ്ങളത് തെറ്റാന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ഒഴിവാകാൻ റെഡിയാണ്. അപ്പൊ ഈ സഹോദരൻ ഇങ്ങനെ പറയാണ്, ഞാനൊരാണാണ്, എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ ഉമ്മാനെ എനിക്ക് വിവാഹം കഴിച്ചുകൂടെ? എൻ്റെ അമ്മ ഒരു പെണ്ണല്ലേ? അതിപ്പോ എങ്ങനെ ശരിയാകുക? അതെന്താ ശരിയാകാ? ഈ ആൾക്കാർ കളിയാക്കുന്നുള്ളതുകൊണ്ടാ. കളിയാക്കുന്ന ആൾക്കാർ പരിഹസിക്കണമല്ലോ, ഒരാഴ്ചയെ കളിയാക്കിക്കോളും, അല്ലെങ്കിൽ ഒരു മാസം ഏറി വന്നാൽ അത് കഴിഞ്ഞു. അപ്പൊ പല കോലാഹലങ്ങളും ഇപ്പം നടക്കുമ്പോഴും ഇങ്ങനെ കെട്ടടങ്ങിയില്ലേ, പുതിയ വിഷയം വരും, ആൾക്കാർ പുതിയ വിഷയത്തിന്റെ പിന്നാലെ പോകും. അതുകൊണ്ടല്ല, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ല. വീണ്ടും പറഞ്ഞെടുത്തു, മോളെ നിന്റെ അതേ പ്രായത്തിലുള്ള പെങ്ങൾ എനിക്കുണ്ട്, ആ പെങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചൂടെ? അതെങ്ങനെ ശരിയാകുക? സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചാൽ വിവാഹത്തിലുള്ള എല്ലാ സംഗതിയും നടക്കൂലേ? അത് അള്ള വിലക്കിയതാ, സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നത്. ജ്യേഷ്ഠത്തിയെയും അനുജത്തിയെയും ഒരേ സമയം വിവാഹം കഴിക്കാൻ പാടില്ല എന്നത് ഖുർആന്റെ നിയമമാണ്, അള്ളാന്റെ നിയമമാണ്. ഇതൊക്കെ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാണ്, മോളെ രഹസ്യമായ കാമുകന്മാർ ഈ രൂപത്തിൽ വേൾക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു പ്രണയമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ കുട്ടി ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം കണ്ണിലിങ്ങനെ കൈവച്ചിട്ട് കണ്ണുനീർ വാർത്ത് കരഞ്ഞിട്ട് ഈ സഹോദരനോട് പറയാണ്, ഉസ്താദെ നിങ്ങൾ എൻ്റെ അപ്പാനോടും ഉമ്മാനോടും പറഞ്ഞോളി, അവര് പറഞ്ഞ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ്. എനിക്കിത് അറിയില്ലേന്നു, എനിക്കിത് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഇതൊന്നൊരു തെറ്റാണ് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ മക്കൾക്ക് പലതും അറിഞ്ഞൂടെ പ്രിയപ്പെട്ടവരെ, അറിയില്ല. അത് അറിയിക്കാനും അറിയാനുമുള്ള സംവിധാനമാണ് CRE ക്ലാസ്സുകൾ. അതിനൊരുപാട് സംവിധാനം നമ്മുടെ മഹല്ലുകളിലില്ലേ, അതിന് മാത്രം നമ്മൾ വരൂല, അതിന് മാത്രം നമുക്ക് സമയം ഉണ്ടാകൂല. ആ കുട്ടിയും 2 മീറ്റർ ശീലങ്ങനെ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്, കോളിഫ്ലവർ മാതിരി. ഒരു കോഴിക്കൂട് ഉണ്ടാക്കാനുള്ള ആണിയോല തലയിലുണ്ടാകും. എന്തിനാ ഞാനത് ചുറ്റിക്കെട്ടിയത് ഓൽക്ക് അറിയില്ല. ഒരു ചാനലുകാർ ഇങ്ങനെ ഒരു കുറ്റിയും പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാണ്, ഇതൊക്കെ ഒരു പഴഞ്ചനല്ലേ, ഇതൊക്കെ ഒരു വല്ലാത്തൊരു കെട്ടിക്കുടുക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇതിൽ പെട്ടതാണ്, ഞങ്ങൾ ഇഷ്ടണ്ടായിട്ട് ഇടുന്നല്ല എന്ന്. കാരണം ഇതെന്തിനാ ധരിക്കുന്ന അറിഞ്ഞൂടാ. ഇതാരാ പഠിപ്പിക്കേണ്ടത്? മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ മുന്നേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സ്വഹാബ വനിതകൾ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിൽ നടത്തും. അതെന്താ? സൂറത്തുൻ നിസാ, സൂറത്ത് ഹുജറാത്ത്, സൂറത്തുൻ നൂറൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഉമ്മമാര്. എമ്മാർക്കത് അറിയണ്ടേ? അങ്ങനൊക്കെ ഉണ്ടോ?
അതുപോലെ എങ്ങനെയാണ് അമ്മായിമാനെ വരച്ച വരയിൽ നിർത്തേണ്ടത്, എങ്ങനെയാണ് നാത്തൂമാരോട് പെരുമാറേണ്ടത്, ഇതൊക്കെ കോച്ചിങ് കൊടുത്ത് വിടുക. അവിടെ വല്ലാതൊന്നും പണിയെടുക്കരുത് കേട്ടോ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള പല കുടുംബങ്ങളിലും പ്രശ്നം എന്താ? ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളത്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. വിവാഹം കഴിഞ്ഞാല് ഒരു പെൺകുട്ടി ജോലിക്ക് പോകലാണോ പോകാതിരിക്കലാണോ നല്ലത്? വിവാഹം കഴിഞ്ഞാലേ ഒരു പെൺകുട്ടി ജോലിക്ക് പോകലാണോ പോകാതിരിക്കലാണോ നല്ലതെന്ന് ചോദിച്ചാല് എന്താ പറയാ? മകളാണെങ്കിൽ പോകലാ നല്ലത്, മരുവളാണെങ്കിൽ പോകാതിരിക്കലാ നല്ലത്. ഇത് ഇരട്ടത്താപ്പല്ലേ? മകള് പോകുമ്പോ അതിന് നല്ല സപ്പോർട്ട്, മരുവള് പോകുമ്പോഴോ മോന്തിയും കനപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അതന്നെ നേരാവാത്ത. പ്രസവം, മകൾക്ക് ഗർഭമുണ്ട്, മരുവൾക്കും ഗർഭമുണ്ട്. മരുവൾ എങ്ങനെ അവിടുന്ന് വിളിക്കുമ്പോ വല്ലാതോ എന്നും ഇങ്ങനെ വിളിക്കുക. മകൾക്കാകുമ്പോഴോ ശ്രദ്ധിക്കണം കേട്ടോ, നടക്കുമ്പോ നോക്കണം കേട്ടോ, കനുള്ളത് എടുക്കരുത് കേട്ടോ. അതേപോലെ സ്വന്തം മരുമകളെ കാണാൻ പറ്റുന്നില്ല, മകളെ പോലെ കാണാൻ പറ്റുന്നില്ല. ഇതല്ലേ പല കുടുംബങ്ങളിലും പ്രശ്നം. മരുവള് പൊട്ടിച്ചാൽ അത് പൊന്നും കുടം എന്നാ പറയല്, ഉമ്മ പൊട്ടിച്ചാലോ അത് മണ്ണും കുടം. ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ പലപ്പോഴും നമ്മൾ ഇടപെടുന്ന രംഗങ്ങൾ അത് ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. മനസ്സ് തുറന്ന് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൃത്യമായി ദീനിന്റെ ഉപദേശങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും നമ്മുടെ മനസ്സകങ്ങളിലേക്ക് ഇതിറങ്ങിയിട്ടില്ല എങ്കിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അല്ലാഹും അവന്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അല്ല പറയുന്നത്, ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്കുള്ളത് അൽ ഹുസ്നാ. അതെ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട് ഉത്ബോധനങ്ങൾ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബങ്ങളിൽ മാറ്റമുണ്ടാവാൻ, സമൂഹത്തിൽ മാറ്റമുണ്ടാവാൻ സ്വയം സന്നദ്ധരായി കൊണ്ട് തയ്യാറാകുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നത് അൽ ഹുസ്നാ, ഏറ്റവും നല്ല പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, വല്ലദീന ലം യസ്തജീബൂ ലഹു, എന്നാൽ ഉത്തരം നൽകാത്തവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാതെ പ്രബോധകന്മാരുടെ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ തള്ളിക്കളഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താണ്? ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീആ വമിസ്ലഹു മഅഹു, ഭൂമിയിൽ അവരുടേതായിട്ടുണ്ടായിരുന്നതെല്ലാം അവരുടെ അടുക്കൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. അത്ര കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. ദുനിയാവിന് വേണ്ടിയാണ്, ഇവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയാണ്, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടിയാണ് പലതും മാറ്റിവെച്ചത്, പല രൂപത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിക്കളഞ്ഞത്. അപ്പോൾ അവർ വിചാരിക്കും തന്റേതായി ദുനിയാവിൽ ഉണ്ടായിരുന്നതെല്ലാം പരലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു എന്ന് വിചാരിക്കും. എന്നിട്ടല്ല പറയുന്നത്, ഉലൈക ലഹും സൂഉൽ ഹിസാബ്, അവർക്കാണ് ഏറ്റവും മോശമായ വിചാരണയുള്ളത്. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. വബിഅസൽ മിഹാദ്, വളരെ മോശപ്പെട്ട വാസസ്ഥലമാകുന്നു അത്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരലോകത്ത് ഒരുപാട് നന്മകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അല്ലാത്തവരുടെ കാര്യം വളരെ ദുഷ്കരമാണ്, കഠിനമായ വിചാരണയാണ് അവർ നേരിടേണ്ടി വരുന്നത്. വളരെ മോശമായ വാസസ്ഥലമാണ് അവർക്ക് അനുഭവിക്കാനുള്ളത് എന്ന് അല്ലാഹു തആല അതേ നമ്മളെ ബോധിപ്പിക്കുകയാണ്. തങ്ങൾക്ക് ശിക്ഷ ഉറപ്പായി എന്ന് ബോധ്യപ്പെടുമ്പോ രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ആ പാരത്രിക ലോകത്ത് അവരിങ്ങനെ പലതി നോക്കുമത്രേ. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്, ഭൂമിയിൽ തന്റേതായി എന്തെല്ലാം ഉണ്ടായിരുന്നോ അത് മുഴുവനും അതിന്റെ ഇരട്ടിയും ഞാൻ നൽകാൻ തയ്യാറാണ്, എന്നിട്ടെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് അവരിങ്ങനെ വിലപിക്കും. ദുനിയാവിലെ
കിട്ടിയ സമ്പത്ത് മുഴുവൻ പള്ളിക്കരാൻ നേരല്ല, കുടുംബം നോക്കാൻ നേരല്ല, മക്കളെ ശ്രദ്ധിക്കാൻ നേരല്ല, ഖുർആൻ ക്ലാസ്സിന് വരാൻ നേരല്ല, സുബൈക്ക് പള്ളിക്ക് വരാൻ വരെ സന്നദ്ധതല്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചതൊക്കെ പടച്ചോനെ ആ പരലോകത്ത് എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന, എന്നിട്ട് അതൊക്കെ പ്രായച്ചിത്തമായി നൽകിയിട്ടെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നവർ വിലപിക്കും. സത്യത്തിൽ ആ സമ്പത്തിന് വേണ്ടിയാണ് അവൻ പരലോകം നഷ്ടപ്പെടുത്തിയത്, പലതും മാറ്റിവെച്ചത്. എന്നിട്ട് അല്ല പറയാ സൂറത്തു മആരിജിൽ 15-ാമത്തെ വചനത്തിൽ അല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. അതേ, യവദ്ദുൽ മുജ്രിമു, കുറ്റം ചെയ്തവർ അന്ന് ആഗ്രഹിച്ചു പോകും, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ, അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. എന്താണ് പ്രായശ്ചിത്തം നൽകുന്നത്? ബിബനീ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ പ്രായശ്ചിത്തമായി നൽകാം. മക്കൾക്ക് വേണ്ടി ജീവിച്ച, മക്കൾക്കൊരാവശ്യം വന്നാൽ ജീവൻ കളയാൻ തയ്യാറാകുന്ന ആ മക്കളെ പരലോകത്തതാ പ്രായശ്ചിത്തം നൽകാൻ തയ്യാറാകുന്നു. മാത്രമല്ല വസ്വാഹിബത്തിഹി, തന്റെ ഭാര്യയെ പ്രായശ്ചിത്തമായി നൽകാം, വഅഖീ, തന്റെ സഹോദരനെ പ്രായശ്ചിത്തമായി നൽകാം, വഫസീലത്തിഹി അല്ലതി തുവി, തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം താങ്ങായിരുന്ന ബന്ധുക്കളെല്ലാം പ്രായശ്ചിത്തമായി നൽകിയിട്ടെങ്കിലും, വമൻ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ളത് മുഴുവൻ നൽകിയിട്ടെങ്കിലും, സുമ്മയുൻജി, താൻ രക്ഷപ്പെട്ടെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. പരലോകത്തെ ഭീകരമായ അവസ്ഥ. അതുകൊണ്ട് കുടുംബവും കുട്ടികളെയൊക്കെ പരലോകത്ത് കിട്ടണമെങ്കിൽ ദുനിയാവില് ആ പരലോകം നേടാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്നാണ്. അവസാനം എന്താ ഉണ്ടാകുക? നരകത്തിൽ അങ്ങോട്ട് ആപതിക്കും, നരകത്തിൽ ആപതിക്കും, അവിടെ വെച്ചും വിലപിക്കുമെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരലോകത്ത് ആ നരകത്തിൽ ഇങ്ങനെ ആപതിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ വിലപിക്കുമത്രേ. പടച്ചോനെ ധിക്കരിച്ച ആളുകൾ റബ്ബിനോട് വിലപിക്കുമത്രേ. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂത് ഫലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. അക്രമം ചെയ്ത ആളുകൾ പരലോകത്ത് വെച്ച് വിലപിക്കുന്ന ഒരു രംഗമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ അവരിങ്ങനെ വിചാരണ നേരിട്ട് നരകത്തിൽ ആപതിക്കുന്ന നേരത്ത് റബ്ബിനോട് വിലപിക്കുന്ന ഒരു രംഗമാണ്. എന്താണ് വിലപിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തെടുത്തുകൊണ്ട് റബ്ബേ, അഖ്രിജ്നാ നഅമൽ സാലിഹാ, ഞങ്ങൾ ഇതാ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു വരാം. വൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു വരാമെന്ന് റബ്ബിനോട് വിലപിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടത്രേ. ആ ചോദ്യം എന്താണെന്നറിയുമോ? അവലം നുഅമ്മിറുക്കും, നാം നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ? ഈ ദുനിയാവിൽ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഭൂമിപ്പുറത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10, 20, 50, 60, 70, 80 വയസ്സ് കാലം വരെ ജീവിച്ചില്ലേ? പടച്ചോൻ ചോദിക്കും, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫമാ ലിൽളാലിമീന മിൻ നസീർ. അല്ല തിരിച്ചു ചോദിക്കുക, ഒരുപാട് ഉത്ബോധനം കേട്ടില്ലേ, പ്രഭാഷണങ്ങൾ കേട്ടില്ലേ, പ്രബോധകന്മാർ വന്നില്ലേ, താക്കീതുകാർ വന്നില്ലേ, പ്രവാചകന്മാർ വന്നില്ലേ, അപ്പോഴൊന്നും മനസ്സിക്കണ ഇറങ്ങിയില്ലല്ലേ? ഫദൂഖു, ആസ്വദിച്ചു കൊള്ളുക ശിക്ഷ, ഫമാലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഇവിടെ സഹായികളില്ല എന്ന് പറഞ്ഞ് ആട്ടപ്പെട്ടവനായി, ആക്ഷേപിക്കപ്പെട്ടവനായി നരകത്തിലേക്ക് ആപതിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കുടുംബസമേതം സ്വർഗത്തിലെത്തണം. നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം. അതിൽ നമ്മുടെ വീടകങ്ങളിൽ ദീനിയായ ചർച്ചകൾ ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് സ്വർഗത്ത് കിട്ടും. നമ്മുടെ വീട് സ്വർഗീയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളാണ് ഖുർആൻ പഠിക്കുക എന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലുമായി സജീവമായി ഇടപെടുക. ഇതാ പല ആളുകൾക്കും ഒരുപാട് ഉന്നതങ്ങളിൽ ജോലിയുള്ള മക്കളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ നാട്ടില് 4-5 ഡോക്ടർമാരാണ്
അവിടുത്തെ ISMൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന ISM കമ്മിറ്റിയിൽ വരെ ഉള്ള ഡോക്ടർമാരുണ്ട്. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെറും ഡോക്ടറല്ല, നല്ല തിരക്കുള്ള ഡോക്ടർമാർ. തിരക്കിനിടയിൽ അവരതാ ദീനീ പ്രവർത്തനത്തിന് സമയം കാണാൻ ഇൻസ്പയർ പോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ദാ ഒക്ടോബർ 12-ാം തീയതി ഇവിടെ ഇരിക്കുന്ന അഭ്യസ്തവിദ്യരായ ഒരുപാട് മക്കളുണ്ടാകും, മാതാപിതാക്കൾക്ക്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒക്ടോബർ 12-ാം തീയതി അവരുടെ ഫാമിലി സഹിതമുള്ള ഒരു സംഗമം നടക്കുന്നുണ്ട്. ഒക്ടോബർ 12. ഒന്ന് നിങ്ങൾ ആ നമ്പറും ഇതൊക്കെ ഇവിടുത്തെ ISMൻ്റെ പ്രവർത്തകർക്ക് ആ മക്കളെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി. അവരതിലേക്ക് അവരെ ബന്ധിപ്പിച്ചോളും. നമ്മൾ എന്താ അറിയോ, നമ്മളെ പരലോകം രക്ഷപ്പെടാനാ ഞാൻ പറയുന്നത്. പറയാൻ കാരണം എൻ്റെ ശാഖയിലുള്ള വളരെ സജീവമായ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അവിടുത്തെ സർജനായ ആൾ, ന്യൂറോ സർജനൊക്കെ ആയ ആൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ തിരക്കിനിടയിൽ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിരതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിൽ എത്ര ഡോക്ടർമാരുണ്ട്, കുടുംബത്തിൽ നമ്മളെ ഡോക്ടർ എത്ര എഞ്ചിനീയർമാരുണ്ട്, പ്രൊഫഷണൽ രംഗത്തിൽ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സമയം നമ്മൾ മാറ്റിവെച്ചാൽ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ പരലോകത്ത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക. ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ ഇരുത്തവും ഈ സംസാരവുമെല്ലാം നിന്റെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും മനസ്സമാധാനവും നീ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ തൃപ്തിപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.